വെറും 2 ചേരുവകൾ കൊണ്ട് പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ നല്ലൊരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആപ്പിൾ കഷ്ണങ്ങൾ ഈ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ആപ്പിൾ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആപ്പിളൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഊറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ കുറേ നാളായിട്ട് പറയണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും വീട്ടിലെ പണികളും അതിൻ്റെ ഇടയിൽ മോളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയാറുണ്ടോ, പഠിത്തത്തിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ചോദിക്കാറുള്ളത് അധികവും 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനൊന്നും ടൈം കിട്ടാറില്ല കേട്ടോ. നമ്മൾ ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം അതിൻ്റെ പിന്നിൽ എഫേർട്ട് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മോളെ ഞാൻ ഒരു ഓൺലൈൻ ട്യൂഷന് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ആൽബർട്ടോ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ട്യൂഷനിലാണ് മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്സിൽ അവൾ നല്ല വീക്കാണ് കേട്ടോ. മാത്സാണ് അവൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ അതിന് മാത്രമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ട്യൂഷനാക്കിയിട്ടുള്ളത്. പിന്നെ അവർക്ക് ബാച്ചായിട്ടും ട്യൂഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 8, 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ, സ്റ്റേറ്റിലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും CBSEയിലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു A+ ബാച്ച് ട്യൂഷനും ഉണ്ട് കേട്ടോ. അതായത് വളരെ കുറച്ച് കുട്ടികൾ, ഒരു 15 കുട്ടികളൊക്കെ മാത്രം ഇരുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു A+ ബാച്ച് ട്യൂഷന്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഇപ്പോൾ ക്ലാസ്സൊക്കെ കിട്ടുന്നത്. മറ്റേത് അവൾക്ക് മാത്സൊക്കെ ചെയ്യാനൊക്കെ കുറച്ച് മടിയായിരുന്നു. ഇപ്പോൾ മാത്സൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മാത്സിൻ്റെ കാര്യത്തിൽ. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അവർ ട്യൂഷന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ KGയിലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, മക്കൾ അതിൻ്റെ മുമ്പിൽ ഇരിക്കുമോ എന്നുള്ളതൊക്കെ. അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും കേട്ടോ അവർ നൽകുന്നത്. പിന്നെ ചില കുട്ടികൾക്കുണ്ടല്ലോ ഈ ഒരു ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ആക്കുന്ന പെൻസിൽ ഫൗണ്ടേഷൻ കോഴ്സും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ഇയറിൻ്റെ ക്ലാസ് റൂം പ്രോഗ്രാമും ഫ്രീ ആയിട്ട് പേഴ്സണൽ ആൻഡ് കരിയർ ഡെവലപ്മെൻറ്റ് കോഴ്സൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അല്ലേ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കും കൂടെ ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്മിഷനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ നമ്പർ കൊടുക്കാം, അതിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആപ്പിളൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു 150 ഗ്രാം ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം കേട്ടോ. ഇതിലേക്ക് വാൻ ഹോട്ടിൻ്റെ പ്രീമിയം ചോക്ലേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചൂടാറി വന്നിട്ടുള്ള ആപ്പിൾ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറും 2 ചേരുവ മാത്രം വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മൂസ് റെഡിയായി. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you.